ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് തന്നെയാണിത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന സ്പോഞ്ച് കേക്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും തന്നെ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് അതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ ഇതേപോലത്തെ 2 ടീസ്പൂൺ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതേപോലത്തെ 2 ടീസ്പൂണ് കോൺഫ്ലവർ ഞാൻ ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ആയിട്ട് തന്നെ എടുക്കണം. 2 സ്പൂണ് മാറ്റിയതുകൊണ്ട് നമ്മൾ 2 സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 വട്ടം നല്ലപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ആവുന്നത് വരെ അരിച്ചെടുക്കണം. മൊത്തമായിട്ടൊന്ന് മിക്സായി കിട്ടണം നമുക്ക്. നമ്മളിവിടെ ഒരു 3-4 പ്രാവശ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴുള്ളൂ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് ഇവിടുന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ ഇതേപോലത്തെ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള നനവൊന്നും ഇല്ലാത്ത ബൗളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും മാറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വിസ്കോ ബീറ്ററോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ മുട്ടയുടെ വെള്ളയാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ല, ബീറ്റർ ആണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ വിസ്ക് വെച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര മൊത്തം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് നല്ല സ്റ്റിഫായി കിട്ടുന്നത് വരെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രം കമിഴ്ത്തിയാൽ പോലും വീഴാത്ത രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3/4 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അത്യാവശ്യം മിക്സ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടീസ്പൂണ് പാലും അതേ അളവ് തന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി കുറച്ചായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ഭാഗത്തോളം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു 3/4 ഭാഗത്തോളമൊക്കെ പൊടി ചേർത്താൽ മതി. കാരണം നമുക്ക് ബാക്കി മുട്ടയുടെ വെള്ളയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് അതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടി അതിലേക്ക് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷെങ്കിലും നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടിയൊക്കെ ആവശ്യം വരുന്നതുകൊണ്ട് ഇതിലേക്കാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇനി ഇത് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പൊടി നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് മഞ്ഞൻ്റെ മിക്സ് ഒന്ന് ചേർത്തിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
മെല്ലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പീഡൊക്കെ കൂട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ ഫീൽ ചെയ്യും. പക്ഷേ പതിയെ പതിയെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളും ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പൊടികൾ ചേർത്തെടുക്കുമ്പോൾ നമുക്ക് മിക്സ് ആയി കിട്ടാൻ കുറച്ച് പണിയാവും. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞയുടെ കൂടെ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോൾഡ് ജസ്റ്റ് ഒന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ തടവിയതിന് ശേഷം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിലും അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഈ പാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമ്മളതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. എനിക്കിവിടെ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ആയിട്ടുള്ളത്. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളെ കേക്ക് നല്ല പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പൊങ്ങിയിട്ട് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.